കൊച്ചിയിൽ ഈ മുഖ്യപ്രതി, അതായത് ഈ തട്ടിപ്പിന്റെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തിയ അനന്തു കൃഷ്ണന്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അത് ഇനോവ അടക്കമുള്ള 3 വാഹനങ്ങളിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഈ അനന്തകൃഷ്ണന്റെ ഒരു വളർച്ച നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് അറബിക്കഥയിലെ രാജകുമാരനും സിൻഡ്രലയും ഒക്കെ പോലെ അതിവേഗമുള്ള ഒരു സാമ്പത്തിക വളർച്ച. അപ്പോൾ സ്വയം വളരുന്ന ഒരു പദ്ധതിക്കായിരുന്നല്ലോ അദ്ദേഹം രൂപം കൊടുത്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഏറെക്കാലമായിട്ട് മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ അനന്തകൃഷ്ണന്റെ ഈ തട്ടിപ്പിനെ കുറിച്ച് ഉള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏറെ സാധാരണമായ ഒരു സ്ഥിതിയിൽ നിന്ന് വളർന്നു വന്ന ഒരു ആളാണ് അനന്തകൃഷ്ണൻ. വളരെ വേഗത്തിലായിരുന്നു ഇയാളുടെ വളർച്ച എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ പിന്നിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പായിരുന്നു എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ 3 വാഹനങ്ങൾ, ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള 3 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. മൂവാറ്റുപുഴ പോലീസാണ് ഈ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ വാഹനങ്ങളുടെ ഡ്രൈവേഴ്സിനെ നേരിട്ട് പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പോൾ ഡ്രൈവേഴ്സാണ് പോലീസ് സ്റ്റേഷനിൽ വണ്ടികൾ എത്തിച്ചത്. ഏതായാലും അനന്തകൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു തട്ടിപ്പിൽ 1000 കോടിയോളം എന്ന് ഇപ്പോൾ കണക്കാക്കപ്പെടുന്ന ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട് അനന്തകൃഷ്ണൻ പലയിടങ്ങളിൽ, കേരളത്തിന്റെ പലയിടങ്ങളിലായിട്ട് ഭൂമി വാങ്ങിക്കൂട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഇടുക്കി ഭാഗങ്ങളിൽ ഇയാൾ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടിയ ഭൂമി കണ്ടുകെട്ടാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ മേഖലയിലെയും സാമൂഹ്യ രംഗത്തെയും പ്രമുഖരെയെല്ലാം ബലിയാടുകളാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ തട്ടിപ്പാണ് അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാണ് ഇപ്പോൾ തടയിട്ടാൻ അധികാരികൾക്ക് സാധിച്ചിരിക്കുന്നത്. ക്രിസ്റ്റിൻ. ശരി, അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.